ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് തൃശ്ശൂർ പോവാണ് കേട്ടോ. ഞാൻ മാത്രമല്ല, നീതു ചേച്ചി ഉണ്ട് എൻ്റെ കൂടെ. ഞങ്ങൾ ഒരുമിച്ച് തൃശ്ശൂർ പോയിട്ട് കുറച്ചായിട്ടുണ്ട്. ഞാൻ വേറെ ഇതേക്കണ കുർത്ത എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഈ ഫോണിൽ കാണാനെക്കാട്ടും കുറച്ചും കൂടി ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണാനായിട്ട്. ഇത് ഹക്കോബ ചന്തേരി എന്ന് പറഞ്ഞ മെറ്റീരിയലാണ്. ഇത് പുതിയ കുർത്തയാണ് കേട്ടോ. ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് വെയർ ചെയ്യുന്നത്. വിത്ത് ലൈനിങ് ആണ് കേട്ടോ വരുന്നത്. ഞാനിത് ഗ്രീൻ ലെഗിൻസിൻ്റെ കൂടെയാണ് പെയർ ചെയ്തേക്കുന്നത്. കാരണം ഈ ഫ്ലവറിൻ്റെ ലീഫിൽ ഗ്രീൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കളർ വന്നിട്ടുണ്ടെങ്കിൽ ഓഫ് വൈറ്റും പ്ലസ് ഒരു ഗോൾഡ് ഷെയ്ഡ് മിക്സ് ചെയ്ത ഒരു ഷെയ്ഡാണ് കളറാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ വന്നേക്കുന്ന ഫ്ലവർ ഒരു പ്രത്യേക കളർ ഫ്ലവർ. ഞാൻ സാധാരണ പിങ്ക്, യെല്ലോ, റെഡ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഈ കളർ ഫ്ലവർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഞാൻ ജ്വല്ലറി ഒക്കെ പെയർ ചെയ്തേക്കുന്നത് ഗോൾഡ് പ്ലേറ്റഡും ഗോൾഡ് ആയിട്ടുള്ള ജ്വല്ലറീസാണ് ഞാൻ പെയർ ചെയ്തേക്കുന്നത്. പിന്നെ ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷോർട്സ് ആയിട്ട് ഞാനത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിത് റെഡി ആയിട്ട് നിൽക്കുകയാണ് പോകാനായിട്ട്. ഇനിയൊരു ബാഗ് കൂടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. വെയിറ്റ്, എടുത്തിട്ട് വരാം. ഓക്കെ, ഇതാണ് ഞാൻ ഇന്ന് ഇടുന്ന ബാഗ് കേട്ടോ. കാരണം എൻ്റെ ഡ്രസ്സ് ഫ്ലവറാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഫ്ലോറൽ പ്രിൻ്റുള്ള ബാഗ് തന്നെ ഇന്ന് എടുക്കാമെന്ന്. സോ ഞാൻ ഈ ബാഗാണ് എടുത്തത് കേട്ടോ. ഇതിലും ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഫ്ലവർ തന്നെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓക്കെ, അപ്പം ഞാൻ റെഡി ആയിട്ട് നിൽക്കണം. കുറച്ച് നേരമായി റെഡി ആയി നിൽക്കണം. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇറങ്ങണം. ബസ്സിലാണ് നമ്മൾ പോണത്. ഇന്ന് നമ്മൾ സ്കൂട്ടി ഒന്നും എടുക്കാൻ പ്ലാൻ ഇല്ല. സാധാരണ നമ്മൾ ലാസ്റ്റ് ടൈം നമ്മൾ തൃശ്ശൂർ പോയപ്പോൾ സ്കൂട്ടിയാണ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എടുക്കുന്നില്ല കേട്ടോ. കാരണം മഴയൊക്കെയാണ്. എപ്പോഴാണ് നല്ല മഴ പെയ്യാന്നൊന്നും അറിയില്ല. സോ വണ്ടിയിലല്ല കേട്ടോ പോണത്. പക്ഷേ ബസ് സ്റ്റാൻഡ് വരെ ഞാൻ വണ്ടിയിലാണ് പോണത്. അതുകൊണ്ട് ഞാൻ ഹെൽമെറ്റൊക്കെ വെച്ച് സെറ്റായി കേട്ടോ. എൻ്റെ യെല്ലോ ഹെൽമെറ്റാണ് ഞാൻ ഇന്ന് വെയർ ചെയ്തത്. എനിക്ക് സാധാരണ നല്ല മൂടുണ്ടെങ്കിൽ ഞാൻ യെല്ലോ വെയർ ചെയ്യും, അല്ലെങ്കിൽ ബ്ലാക്കാണ് വെയർ ചെയ്യുക. ഇന്ന് കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ പാവർട്ടി ബസ് സ്റ്റാൻഡിൽ ഞാൻ സ്കൂട്ടിയൊക്കെ വെച്ച് നീതു ചേച്ചിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീതു ചേച്ചി പള്ളിയിൽ പോയേക്കായിരുന്നു. സോ പള്ളിയിൽ പോയി ഇതാണ് ഇതുമോള് വരുന്നുണ്ട്. ഇന്ന് വയലറ്റ് കോഡ് സെറ്റൊക്കെ ഇട്ടിട്ടാണ് വരുന്നത്. നോർമലി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് നീച്ചസിനെ കാണാനായിട്ട് ഏത് ഡ്രസ്സിലായിരിക്കും ഇന്ന് വരിക എന്നിങ്ങനെ നോക്കിയിട്ട് ഇന്ന് പുതിയ ഡ്രസ്സായിരുന്നു, വയലറ്റ് കളർ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. പിന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുറേ വിശേഷങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ടാവും. നമ്മൾ മന്ത്ലി ഒന്നോ രണ്ടോ തവണയാണ് ഇങ്ങനെ പുറത്തേക്ക് പോകാറുള്ളത്. അതിലൊരു തവണ എന്തായാലും തൃശ്ശൂർക്കായിരിക്കും നമ്മൾ പോകാറുള്ളത് കേട്ടോ. പിന്നെ പോകുന്നുണ്ടെങ്കിൽ അടുത്ത എവിടെയെങ്കിലും പ്ലേസിലേക്കായിരിക്കും പോകാറുള്ളത്. അപ്പോൾ കണ്ടപ്പോൾ പിന്നെ കുറേ നേരം സംസാരിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ തൃശ്ശൂർക്ക് ബസ് കയറി ഇതാ നെസ്റ്റോടെ മുന്നിലാണ് കേട്ടോ ഇറങ്ങിയത്. ഇപ്രാവശ്യം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു പ്ലാനും ഇല്ലാണ്ടാണ് ഇറങ്ങിയത്. സാധാരണ നമ്മൾ എവിടെ പോകണം, എവിടെ പോയി ഫുഡ് കഴിക്കണം, എന്തൊക്കെ മേടിക്കണം, അങ്ങനെ പ്ലാനൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. പക്ഷേ വണ്ടിയിൽ വെച്ച് നമ്മൾ ചെറിയൊരു പ്ലാനിങ് ഒക്കെ നടത്തിയെങ്കിലും ലാസ്റ്റ് ഇതാ നെസ്റ്റോടെ മുന്നിലാണ് നമ്മൾ ഇറങ്ങിയത് കേട്ടോ. നമ്മുടെ രണ്ടുപേരുടെയും പ്ലാനിങ് ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു നെസ്റ്റോ പോവാന്നുള്ളത്. പക്ഷേ ഇപ്രാവശ്യം എന്തോ നെസ്റ്റോ പോവാന്ന് പെട്ടെന്നൊരു തീരുമാനം എടുത്തു. അതിൻ്റെ മുന്നിലെത്തിയപ്പോൾ അങ്ങനെ ബസ്സൊക്കെ ഇറങ്ങി നമ്മളിതാ നെസ്റ്റോയുടെ ഉള്ളിൽ കയറുകയാണ് കേട്ടോ. നമ്മൾ ഇതുവരെയായിട്ട് രണ്ടുപേരും കൂടിയിട്ട് നെസ്റ്റോയിൽ വന്നിട്ടില്ല കേട്ടോ. തൊട്ടടുത്തുള്ള ശോഭ സിറ്റിയിലേക്ക് നമ്മൾ എപ്പോഴും പോകാറുള്ളത്. ഇപ്രാവശ്യം എന്തോ നെസ്റ്റോയിൽ വന്നു. നേരെ നമ്മൾ എന്താ പറയുക, 3rd ഫ്ലോറിലേക്കാണ് തോന്നുന്നു പോയത്. ഡ്രസ്സിൻ്റെ ഫ്ലോർ 3rd or 2nd എനിക്കറിയില്ല കേട്ടോ കറക്റ്റായിട്ട്. അപ്പോൾ അവിടേക്കാണ് പോയത്. ജസ്റ്റ് നമ്മൾ ഡ്രസ്സൊക്കെ നോക്കി. ആദ്യം നമ്മൾ വാഷ്റൂമിൽ പോയി ഹെയറൊക്കെ ഒന്ന് ഞാൻ അഴിച്ചിട്ടു കേട്ടോ. കാരണം ഞാൻ ഹെയർ ഇങ്ങനെ കെട്ടി വെച്ചിട്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ മിററിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ലിപ്സ്റ്റിക്കൊക്കെ ഒന്ന് റീടച്ച് ചെയ്തു, പെർഫ്യൂമൊക്കെ അടിച്ചു, സെറ്റായി. ഇതെൻ്റെ പുതിയ ഡ്രസ്സാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല കുർത്തയാണ്. അപ്പോഴേക്കും നീതു ചേച്ചിക്ക് എന്തോ ഒരു കോള് വന്നു ഹോസ്പിറ്റലിൽ നിന്ന്. സോ അത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഇവിടുന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഡ്രസ്സിൻ്റെ അതുപോലെ തന്നെ ചപ്പൽ, ഷൂ, ബാഗ് ഇതിൻ്റെ ഒക്കെ സെക്ഷനിലോട്ടാണ് കേട്ടോ പോയത്. നല്ല ഓഫറുണ്ട് കേട്ടോ നെസ്റ്റോയിൽ. ബെല്ല വൈറ്റയുടെ പെർഫ്യൂം നീതു ചേച്ചി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് എത്ര എനിക്ക് തോന്നുന്നു 199 or 299 ആണ് മേടിച്ചത്. ഇതിൻ്റെ ശരിക്കുള്ള പ്രൈസ് 599 അങ്ങോട്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ടോയ്ക്ക്, സോഫ്റ്റ് ടോയ്ക്ക് എനിക്ക് തോന്നുന്നു 199 റുപ്പീസാണ്. പിന്നെ
കുറേ ഓഫേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. സ്ലിംഗ് ബാഗൊക്കെ 199 299 ഒക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ബാഗ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി കളേഴ്സ് ഉണ്ടായിരുന്നു. ഞാനൊന്നും മേടിച്ചില്ല കേട്ടോ. ഈ ഒരു സെക്ഷനിൽ ഞാനൊന്നും മേടിച്ചില്ല. ഞാൻ മെയിനായിട്ട് ഫുഡ് സെക്ഷനാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ അവിടെ നിന്ന് എൻ്റെ ഫോണിൽ എൻ്റെ മേക്കപ്പ് ഒക്കെ നോക്കിയിരുന്നു, എന്തെങ്കിലുമൊക്കെ പോയോ ഇല്ലയോ എന്നൊക്കെ കേട്ടോ. കാരണം അവിടുത്തെ നല്ല ലൈറ്റാണല്ലോ, അപ്പോൾ ക്യാമറയിൽ കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് കാണും. പിന്നെ നമ്മൾ നേരെ ഫുഡിൻ്റെ സെക്ഷനിലോട്ട് വന്നു. ഇവിടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക സ്വീറ്റ്സ് ആയിട്ട് കഴിക്കണമെന്നുണ്ടായിരുന്നു. സോ നമ്മൾ ആ ഒരു സംഭവം ഓർഡർ ചെയ്തിട്ട് ചോക്ലേറ്റിൻ്റെ ആ ഒരു പോട്ടിലുള്ള സംഭവമില്ല, ഈ സാധനം അത് ഓർഡർ ചെയ്തു. പിന്നെ ആ ഒരു മാംഗോൻ്റെ വേണോ ചോക്ലേറ്റിൻ്റെ വേണോ എന്നുള്ള ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ലാസ്റ്റ് ചോക്ലേറ്റിൻ്റെ തന്നെ ഓർഡർ ചെയ്തു. പിന്നെ ഈ ഒരു സെക്ഷൻ നമ്മൾ ചുമ്മാ നോക്കിപ്പോയി. ഇവിടെ നിന്ന് നമ്മളൊന്നും വാങ്ങിയില്ല. പിന്നെ നമ്മൾ ചിക്കൻ കറി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നോർമൽ ചിക്കൻ കറി അല്ല, ചിക്കൻ്റെ ലിവർ മാത്രമായിട്ടുള്ള സംഭവം. ഈ സംഭവം ഇതിന് 45 റുപ്പീസാണ് ശരിക്കുള്ള പ്രൈസ്. പക്ഷേ ഇപ്പോൾ ഓഫറിൽ 25 റുപ്പീസിനാണ് കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു 100 ഗ്രാമിന് അങ്ങനെ തോന്നുന്നു കേട്ടോ. 45 റുപ്പീസ് ഇങ്ങനെ വെട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് കറക്റ്റായി തോന്നുന്നു, ഞാൻ പറഞ്ഞത് ശരിയെന്ന് അറിയില്ല കേട്ടോ. പിന്നെ നമ്മളിതാ ചിക്കൻ ലോലിപോപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് തോന്നുന്നു 65 റുപ്പീസാണ് 4 പീസിന്. പിന്നെ ഞാൻ ബ്രോസ്റ്റഡ് ചിക്കനാണ് കേട്ടോ മേടിച്ചത്. അത് 199 റുപ്പീസിന് 4 പീസ്, 2 ബണ്ണ്, കെച്ചപ്പ്, അതുപോലെ തന്നെ മയോണൈസ് ഒക്കെ ആയിട്ടുള്ളൊരു കോംബോ. പിന്നെ നമ്മൾ കോൾഡ് കോഫി മേടിച്ചിട്ടുണ്ടായിരുന്നു, മൊഹബത്ത് സർബത്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത കാരണം ഇപ്പം നമ്മൾ മേടിച്ച സമയം ഒരു 11:30 ആയിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ തന്നെ ഫുഡ് കോർട്ടിൽ പോയിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ സാധനങ്ങൾ മേടിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു പ്ലേസ് കിട്ടില്ല നമുക്ക് പോയിരുന്ന് കഴിക്കാനായിട്ട്. സോ നമ്മൾ ഫുഡ് കോർട്ടിൽ വന്നിരുന്നത് എല്ലാം ടേബിളിലേക്ക് ഇങ്ങനെ നിരത്തുന്നുണ്ട് നമ്മൾ മേടിച്ചതൊക്കെ. എന്നിട്ട് പിന്നെ നമ്മൾ കഴിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഈ ഒരു ചോക്ലേറ്റിൻ്റെ സംഭവം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരു 3 to 4 ലെയേഴ്സ് ഉണ്ടായിരുന്നു ചോക്ലേറ്റ്, പിന്നെ വൈറ്റ് ക്രീം, പിന്നെ സ്പോഞ്ച്, പിന്നെ നട്ട്സിൻ്റെ എന്തോ ഉണ്ടായിരുന്നതിൻ്റെ ഉള്ളിൽ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നീതു ചേച്ചിയാണ് ഈ ഒരു ചിക്കൻ പെപ്പർ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും അടിപൊളിയായിരുന്നു. ഞാൻ ഒരു പീസ് എടുത്തിട്ട് ടേസ്റ്റ് നോക്കിയിട്ട്. പിന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായത് ബ്രോസ്റ്റഡ് കൊള്ളായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കെല്ലാം നല്ല വർത്തായിട്ട് തോന്നിയിട്ട്. നല്ല ഓഫറുണ്ട് അവിടെ, ഫുഡിനായാലും നല്ല ഓഫറുണ്ട്. അതുപോലെ തന്നെ സ്റ്റേഷനറി ഐറ്റംസ് ആയാലും സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആയാലും മേക്കപ്പിൻ്റെ പ്രൊഡക്ട്സ് ആയാലും മൊത്തത്തിൽ നല്ല ഓഫറുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നെസ്റ്റോയിൽ ഞാൻ വളരെ റെയറാണ് പോണത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 3-4 തവണയൊക്കെ ഞാൻ പോയിട്ടുള്ളൂ. ഇപ്പോഴാണ് കൂടുതൽ സാധനങ്ങളൊക്കെ ഞാൻ മേടിക്കുന്നത്. ഫുഡ് ഞാൻ ഇപ്പോഴാണ് ആദ്യമായിട്ട് ഇത്രയും അധികം മേടിക്കുന്നത് കേട്ടോ. നോർമലി എന്തെങ്കിലും സ്നാക്സ് ആയിട്ട് എന്തെങ്കിലും മേടിക്കുകയാണ് ചെയ്യാറുള്ളത്. എന്തായാലും കൊള്ളായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. സമയമെടുത്ത് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഓട്ടോ വിളിച്ചു കേട്ടോ. അവിടെ തന്നെ ഓട്ടോ പാർക്ക് ഉണ്ട്. ഓട്ടോ വിളിച്ച് നമ്മൾ നേരെ പോണത് ഇനി നമ്മുടെ തൃശ്ശൂരുള്ള ഗുഡ് വില്ലാണ് കേട്ടോ. പിന്നെ ഈ ചേച്ചി അവിടെ സർബത്തൊക്കെ കുടിച്ചു. ഇത് എവിടെ ഇടുന്നൊക്കെ ചോദിച്ചിരിക്കുകയാണ് കേട്ടോ എന്നോട്. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇടണ്ട, നമുക്ക് വേസ്റ്റ് ബക്കറ്റ് കാണുമ്പോൾ ഇടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ചില സമയത്ത് ഞാൻ നല്ല നന്മമാരാണ് കേട്ടോ, ചില സമയത്ത് ഒട്ടുമില്ല. എന്തായാലും നമ്മൾ ഓട്ടോയിലാണ് കേട്ടോ. നല്ല കാര്യമായിട്ട് എന്തൊക്കെയോ നമ്മൾ സംസാരിക്കുന്നുണ്ട്. നല്ല മഴക്കാറുണ്ട് കേട്ടോ. മഴ കിട്ടുമോ നമുക്ക്, മഴ കിട്ടില്ലേ എന്നുള്ളൊരു ഡൗട്ടൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. എന്തായാലും ഒരു കുട നമ്മൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരെ ഗുഡ് വില്ല് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 3 years ബാക്കാണ് ഗുഡ് വില്ല് വന്നത്. 3 or 4 years ബാക്കാണ് ഞാൻ ഗുഡ് വില്ല് വന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ കസിൻ്റെ എൻഗേജ്മെൻറ്റിന് മാല എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വരാറില്ല കേട്ടോ.
പിന്നെ നമ്മൾ ഈ സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഓണൊക്കെ അല്ലേ വരുന്നത് എന്തായാലും. അപ്പോൾ തലയിലിടാൻ ഒരു ബണ്ണ് പോലത്തെ മുല്ലപ്പൂൻ്റെ ഒരു സംഭവം കേട്ടോ. അതിൽ കുറേ ഡിഫറെൻ്റ് ഉണ്ടായിരുന്നു, അത് കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. യെല്ലോ ഫ്ലവറും അതുപോലെ തന്നെ എന്താ പറയുക റോസൊക്കെ ആയിട്ടുള്ളത്. ഞാൻ പ്ലെയിനാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ബാങ്കിൽ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ മേടിക്കാൻ കുറേ ആയിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നു. പിന്നെ ഈ നെറ്റിച്ചുട്ടി ഞാനൊന്ന് ട്രയൽ നോക്കിയതാണ്, കല്യാണമൊക്കെ അല്ലേ വരുന്നതിൻ്റെ. സോ 3 ലെയർ ആണോ 1 ലെയർ ആണോ ഭംഗിയുണ്ട് നോക്കിയതാണ് കേട്ടോ, ഒന്നും മേടിച്ചിട്ടില്ല. പിന്നെ ഈ ഒരു മാല ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ മാല ഞാൻ അപ്പോൾ തന്നെ കഴുത്തിലിട്ടു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് തോന്നുന്നു 130 റുപ്പീസാണ് ആ മാലയ്ക്ക് വരുന്നത്. പിന്നെ നമ്മൾ ബില്ലൊക്കെ പേ ചെയ്ത് വീണ്ടും ഓട്ടോ വിളിച്ച് നമ്മൾ നേരെ വടക്കുന്നാഥൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഓട്ടോയൊക്കെ ഇറങ്ങി നമ്മൾ നടക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും മഴയൊക്കെ ഇങ്ങനെ ചാറി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ എന്ത് പീസ്ഫുള്ളാണെന്നറിയോ. ഇപ്പം തിരക്കൊന്നുമില്ല കേട്ടോ, കാരണം മഴയാണല്ലോ. വളരെ കുറച്ച് പേരാണ് ഉണ്ടായിരുന്നത് അവിടെ. നല്ല അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ നിൽക്കാനൊക്കെ. പിന്നെ എൻ്റെ ഒരു ഷോർട്ട് ഫിലിം ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് എന്താ പറയുക, ഒരു 5 lakh വ്യൂസ് പോയ ഒരു ഷോർട്ട് ഫിലിമാണ്. അത് കണ്ടിട്ടില്ലാത്തവർക്കാണ്. ഇഷാൻ്റെ പാർവതി എന്നാണ് ഷോർട്ട് ഫിലിമിൻ്റെ പേര്. ഒരു 2 years ബാക്കാണ് അത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് അത്രയും ഇഷ്ടമുള്ളൊരു പ്ലേസാണ് കേട്ടോ ആ ഒരു ഷോർട്ട് ഫിലിം. ഒരു റീസണാണ്. അതുപോലെ തന്നെ ഭയങ്കര കാമാണ്, അതുപോലെ തന്നെ നല്ല പീസ്ഫുള്ളാണ് കേട്ടോ ഇവിടെ വന്നിരിക്കുമ്പോഴും നടക്കുമ്പോഴൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പം മഴയുള്ള കാരണം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ല. ഫുൾ ചളി പിളിയാണ് കേട്ടോ. കാലും അതുപോലെ തന്നെ ചെരുപ്പും ഒക്കെ നല്ല രീതിക്ക് ചളിയായിട്ടുണ്ട്. മെയിൻലി നമ്മളിവിടെ വന്നത് ഫോട്ടോസ് എടുക്കാനും കുറച്ചേരം ഇവിടെ സ്പെൻഡ് ചെയ്യാനൊക്കെ ആയിട്ടായിരുന്നു. പക്ഷേ കണ്ടോ, നമ്മളെ ചതിച്ചു. മഴ നല്ല മഴയായിരുന്നു. നല്ല മഴ പറഞ്ഞാൽ നല്ല മഴ, കാറ്റും ഉണ്ടായിരുന്നു. അതിന് മുന്നേ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, മഴ വരുന്നുണ്ട് കുറച്ച് മുൻപായിട്ട്. അതൊക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മഴ മാറാൻ നിന്നില്ല, കുടയൊക്കെ എടുത്ത് നമ്മൾ നേരെ ശക്തൻ ബസ് സ്റ്റാൻഡിൻ്റെ അവിടേക്ക് വന്നു. അവിടെ നമ്മൾ ആകാശപാതേൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. കുറേ ആയി ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട്. പോയി കുറച്ച് വീഡിയോസും ഫോട്ടോസും ഇതിനുള്ളിൽ നിന്നും എടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഫോട്ടോസ്. വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് വടക്കുന്നാഥൻ്റെ അവിടെ വെച്ചിട്ടുള്ള എടുത്ത വീഡിയോ ആണ് കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ നിന്നുള്ള ഈ ഒരു വ്യൂ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വീഡിയോയുടെ ഒരു ഭാഗമാണ്. പക്ഷേ ഈ വീഡിയോ ഒന്നും ഞാൻ റീൽസ് ആക്കിയിട്ടില്ല കേട്ടോ. ഇനി നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. പിന്നെ നമ്മൾ ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ. വേറെ നമ്മൾ ഒരു 11:30-12 മണി നേരത്ത് കഴിച്ച ഫുഡ് തന്നെയുള്ളൂ, വേറെ ഒന്നും കഴിച്ചില്ല. നമുക്ക് വിശക്കുന്നുണ്ടായിരുന്നില്ല, അത്രയ്ക്കധികം നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പണ്ടത്തെ പോലെ എനിക്കിപ്പോൾ അങ്ങനെ കഴിക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മളിതാ ചാവക്കാടുള്ള ബസ് കയറിയിട്ടുണ്ട്. ഉപ്പു സോഡ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, 2 ബോട്ടിൽ, അത് കുടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് അടിപൊളിയായിരുന്നു. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ, എന്താണെന്നറിയില്ല, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ തൃശ്ശൂർ പോയി വരുമ്പോൾ നമുക്ക് 2 പേർക്കും ഭയങ്കര ക്ഷീണമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നേരെ ഈ ബസ് നമ്മുടെ ചാവക്കാട് വന്നിറങ്ങും. പിന്നെ ഞാൻ സ്കൂട്ടി എടുത്ത് പോകും. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ബൈ, ലവ് യു ഓൾ.